ലതാ സിഞ്ചി വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാദവാർഷിക മൂല്യനിർണ്ണയ തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലും പറയുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരള പാഠാവലിയുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠവും ത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ വിശകലനം. ഇതിൽ കാട്ടിലെ മഴ എന്ന രണ്ടാമത്തെ ഭാഗം, ആ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ കാട്ടിലെ മഴയെക്കുറിച്ചാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. നമ്മൾ ആ പാഠത്തിൻ്റെ ക്ലാസ്സുകൾ നേരത്തെ എടുത്തിട്ടുള്ളതാണെങ്കിൽ പോലും പരീക്ഷയ്ക്ക് തയ്യാറാക്കാവുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരാവുന്ന ചില ചോദ്യങ്ങൾ ഈ പുതിയ സിലബസിൽ ക്വസ്റ്റ്യൻ്റെ പരീക്ഷയുടെ രീതി നമുക്ക് ഇതുവരെ അറിയില്ല, ഇതായിട്ടില്ല. പക്ഷേ പുസ്തകത്തിലെ കണ്ടൻറ്റുകൾ അനുസരിച്ചുള്ള ചോദ്യം നമ്മൾ തയ്യാറാക്കി, അതല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി തയ്യാറായി ഇരിക്കുക. അപ്പോൾ വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന ഒരു കുട്ടിയെക്കുറിച്ചൊക്കെ ആയിരുന്നല്ലോ ആ പാഠത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിയുടെ മഴക്കാഴ്ചകൾ എന്തൊക്കെ, കുട്ടി കണ്ട മഴക്കാഴ്ചകൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായ മഴ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വിവരണാത്മക ചോദ്യമായിട്ട് വരാം. അതായത് നമ്മൾക്കുണ്ടായ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കുണ്ടായ ഒരു മഴ അനുഭവം, അതൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ കാട്ടിൽ കന്നിമഴ പെയ്യുന്നതിന് മുൻപ് കാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് ഒരു ചോദ്യം സ്വന്തമായിട്ട് തയ്യാറാക്കാം. അതായത് കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു, പുഴ നന്നേ മെലിഞ്ഞു, പച്ചയ്ക്ക് വിളർച്ച. ഈ പച്ചയ്ക്ക് വിളർച്ച എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, ഈ പാഠവുമായി ബന്ധപ്പെട്ട വീഡിയോ. പിന്നെ തീ വീണ കുന്നുകൾക്ക് കരിവാളിപ്പ്, ഇതെന്താണെന്നൊക്കെ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കന്നിമഴയ്ക്ക് മുമ്പുള്ള കാടിൻ്റെ അവസ്ഥ, അതൊരു ചോദ്യമാവാം. അതിനുശേഷം കന്നിമഴയുടെ ആരംഭത്തിൽ കാട്ടിലുണ്ടായ മാറ്റങ്ങൾ, ആരംഭ സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ദൃശ്യമായത്. അതായത് കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്കെ മഴമേഘങ്ങൾ. അപ്പോൾ അവിടെ ഒരു വിശേഷണം വരുന്നുണ്ട്. മഴമേഘങ്ങൾ ഇവിടെ എന്തിനോടെയാണ് ഉപമിച്ചിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് എടുത്തു പറയാവുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന, മലയുടെ മണ്ടയിൽ കുറുമ്പ് കാട്ടുക, വികൃതി കാട്ടുന്ന ആനക്കൂട്ടം കണക്കെ, ഒരു കൂട്ടം ആനകളുടെ വികൃതി കാട്ടുന്ന പോലെയാണ് ആകാശത്ത് കറുത്ത മേഘങ്ങളെ ഇവിടെ ആനക്കൂട്ടങ്ങളായിട്ടാണ് പറയുന്നത്. കറുത്ത മേഘങ്ങൾ വന്നു നിന്നു. പിന്നെ കാറ്റിൽ മഴയിരമ്പം, കരിയിലകളുടെ കലപില ശബ്ദം, കൊമ്പുകളെ പിടിച്ചുലക്കി കാറ്റ് കടന്നു പോകുന്നു. അപ്പോൾ മഴയുടെ വരവായി. ഇനി അവിടെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. എന്താണ് മഴയുടെ വരവ് അറിയിച്ചത് എങ്ങനെയാണ്? മഴയുടെ ഇരമ്പം കേട്ടു, കരിയിലകളുടെ കലപില, അതായത് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴും, കരിയിലകളിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന കലപില ശബ്ദം, കൊമ്പുകളെ പിടിച്ചുലക്കി ശക്തിയായ കാറ്റ് കടന്നു, തണുത്ത കാറ്റടിക്കുമ്പോഴാണ് അടുത്ത എവിടെയോ മഴ പെയ്യുന്നത് നമുക്ക് തോന്നുന്നത്. അതാണ് മഴ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം കൂടി അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടി അവിടെ നമുക്ക് കണ്ടെത്താം. ഇലച്ചാർത്തുകളേറെ നേരം പ്രതിരോധി എന്ന് പറഞ്ഞാൽ ഇലകളിലേക്ക് വെള്ളം വീഴുമ്പോൾ ഇല ഇങ്ങനെ ശക്തമായി തന്നെ നിൽക്കുന്നില്ലേ, അത് ഒടിഞ്ഞു പോകുകയും ചെയ്യുന്നില്ലല്ലോ. അതുപോലെ പിന്നെ ഏറ്റവും ഒടുവിലാണ് ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങുന്നതിനാൽ ഇലകളിൽ വീഴുന്ന മഴവെള്ളം ശക്തിയായിട്ട് ഇലയ്ക്ക് താങ്ങാവുന്നതിലപ്പുറം വീഴുമ്പോൾ ആ വെള്ളം മണ്ണിലേക്ക് ഇല ചരിഞ്ഞു പോകുന്നു, ബലമായിട്ട് നിലകൾ താഴ്ന്നു പോകുന്നു. അങ്ങനെ ആ വെള്ളം ഭൂമിയിലേക്ക് വീഴുന്നു. അതുപോലെ ശക്തിയായ മഴത്തുള്ളികളും വീഴുന്നു. ഇതാണ് മഴ വന്നപ്പോൾ ഉണ്ടായ കാടിൻ്റെ അവസ്ഥ. ഇനി അതിനുശേഷം അതിൽ വരുന്നത് കാട്ടിൽ മഴ വന്നപ്പോൾ ഉണ്ടായ അപായ സൂചനകൾ. അതായത് ശക്തിയായപ്പോൾ നമ്മൾ ഓരോ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക. അപ്പോൾ ആ ഓരോ പ്രകൃതി ദുരന്തത്തിന് മുമ്പും ഓരോ, അതായത് നമ്മുടെ പക്ഷിമൃഗാദികളോ കാലാവസ്ഥയിലോ ഒക്കെ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു പ്രത്യേകത ദർശിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവിടെ അതുപോലെ തന്നെ ശക്തമായ മഴ വരുമ്പോൾ കാടിളകുകയാണ് ചെയ്യുന്നത്. കാടിളകുക എന്ന് പറയുന്നത് കാട്ടിലെ മൃഗങ്ങളും കാട്ടിലെ ജീവികളെല്ലാം എന്താ പറയുക, ഭയമല്ല, അത് അതിദ്രുതം പായുന്ന ഒരു പ്രതിധ്വനി, ആ ഒരു ശബ്ദം കേൾക്കാം. അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥ അവിടെ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു.
അപ്പോൾ അപായ സൂചനകളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, പക്ഷേ പൊതുവെ അതാണ് പറയപ്പെടുന്നത്. ഇനി മഴ പെയ്തതിന് ശേഷം പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ, മഴ വരുമ്പോഴുള്ള മാറ്റങ്ങൾ, ഇനി മഴ വന്നതിന് ശേഷമുള്ള മാറ്റം. എന്താണ്? പുഴയ്ക്ക് ജീവൻ വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ? വറ്റി വരണ്ട് ഒരു നീർച്ചാല് പോലെയായിരുന്ന പുഴ നിറഞ്ഞൊഴുകാൻ തുടങ്ങുന്നു. പുഴയുടെ നിറം തൊടുത്തു, അത് ചുവന്ന നിറത്തിലൊക്കെ ഒഴുകാൻ തുടങ്ങി. കുന്നിലും മേട്ടിലും നിന്നായി 100 കൊച്ചു കൊച്ചു മഴച്ചാലുകൾ താഴേക്ക് പതിക്കാൻ തുടങ്ങി. അത് പുഴയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ എന്താണ്? നിലാവ്, ഈ മഴ പെയ്യുമ്പോൾ തന്നെ നിലാവ് മഴ അവസാനിച്ചപ്പോൾ നിലാവ് പെയ്തിറങ്ങിയതോടെ അതായത് മഴയ്ക്ക് നിറക്കൂട്ടായി എന്ന് പറയുന്നത്. ഈ പാഠത്തിലെ മറ്റു പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യില്ലേ? സബ്സ്ക്രൈബും ലൈക്കും ചെയ്യില്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി.